ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 10 പേർ മരിച്ചു. മരണസംഖ്യ ഉയരുമെന്നാണ് വിവരം. ഏകാദശി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. മിഥുൻ നൽകും വിവരങ്ങൾ. മിഥുൻ, വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇത് എപ്പോഴായിരുന്നു? എന്താണ് നിലവിലെ സാഹചര്യം? വിവരങ്ങൾ. ഭവ്യ, ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. അതിനുശേഷം നിരവധി പേർ കുഴഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃക്സാക്ഷികൾ പറയുന്നതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഏകാദശി ദിനമായതിനാൽ പ്രാർത്ഥനയ്ക്കായി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ ഈ ഏകാദശി ദിനത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ആളുകളുടെ വലിയൊരു നിരയുണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയായിരുന്നു ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടുവരുന്നത്. അതായത് പ്രധാന കവാടത്തിൽ നിന്ന് ഏതാണ്ട് ആളുകൾ തിക്കും തിരക്കും പെടുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് കൂടുതൽ ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് അകത്തുണ്ടായിരുന്നത്, അതായത് 2 കൈവരികളിലൂടെയാണ് അകത്തേക്ക് ഓരോ ഘട്ടങ്ങളായി ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. അതിൽ പ്രധാന കവാടത്തിൽ നിന്ന് ഈ പുറകിലുള്ള ആളുകൾ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ, അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള കാര്യങ്ങൾ കൂടി. ഈ ക്ഷേത്രത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ടാണ് ഇത്ര വലിയ തിരക്കുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ദിവസം വലിയ തിരക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ അവിടുത്തെ അധികൃതർ ഒന്നും തയ്യാറായിരുന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇത്ര തിരക്കുണ്ടാവാനുള്ള സാഹചര്യം എന്താണ്? സ്വാഭാവികമായും ഇത്തരത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്നതാണ്. നിരവധി ആളുകൾ ഓരോ വർഷം കൂടുന്തോറും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നതാണ്. ആ രീതിയിൽ തന്നെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായതായാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. അവിടെ സമീപത്ത് തന്നെ കൃഷിമന്ത്രി, അവിടുത്തെ ആന്ധ്രയിലെ കൃഷിമന്ത്രിയെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്ക് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് തന്നെ അവിടെ എത്തുകയും ഉടൻ തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അഗ്നിരക്ഷാ സേനയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവിടേക്ക് എത്തുകയും ചെയ്തു. അതായത് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതാണ്. പക്ഷേ പുറകിൽ നിന്ന് ഇത്തരത്തിൽ ആളുകൾ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ ആളുകൾ ഈ തിരക്കിൽപ്പെട്ട് മറിഞ്ഞു വീഴുകയും അവരുടെ പുറത്തൊക്കെ ചവിട്ടിയ ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇവരൊക്കെയാണ് ഈ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അത് എത്രത്തോളമാണ് എന്നുള്ള ഒരു കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഒപ്പം തന്നെ കൂടുതൽ ഡോക്ടർമാരെയും ഒക്കെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രദേശത്ത് വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായതായിട്ടാണ് നമുക്ക് അറിയുന്നത്. നിരവധി കൈവരികൾ, അതായത് 2 കൈവരികളാണ് ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതായത് പ്രധാന കവാടത്തിൽ നിന്നകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം ഓരോ ഘട്ടങ്ങളായി ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കുന്ന 5 ഇടങ്ങളിലായി അവരെ കൂടുതൽ നേരം നിർത്തുന്നതിന് പകരം അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഇടങ്ങളുണ്ട്. അത് പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉള്ളതാണ്. അതായത് പളനിയിലും ഒപ്പം തന്നെ തിരുപ്പതിയിലും ഒക്കെ ഈ സമാനമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താറുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ക്രമീകരിച്ചിരുന്നത്. ആ ഇടങ്ങളിലേക്കാണ് ഇങ്ങനെ ആളുകൾ തിങ്ങിക്കയറാൻ ശ്രമിച്ചതോടുകൂടി മുമ്പിലുള്ള ആളുകൾ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റമ്പേഡായി മാറുകയും അതിൽ കൂടുതൽ ആളുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തതാണ്. അത്തരത്തിൽ ശ്വാസം മുട്ടുകയും ചെയ്ത നിരവധി ആളുകളുണ്ട്. അവർക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവർ ശ്വാസം മുട്ടി അത്തരത്തിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചികിത്സ നൽകുന്നത്. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്, അക്കാര്യത്തിൽ സംശയമില്ല. മിഥുൻ, ഇപ്പോൾ മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള ഒരു ആശങ്ക അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ഉള്ളവരുടെ ഒരു സാഹചര്യം എന്താണ്? ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. കൂടുതൽ ആളുകളെ സമീപത്തെ ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിരവധി പേർ അതിൻ്റെ ഒരു കണക്കുകൾ ലഭ്യമായെങ്കിൽ പോലും തന്നെ
ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ പേർ ഇത്തരത്തിൽ മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റ് സമീപ പ്രദേശത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ ആയതായിട്ട് അറിയാൻ സാധിക്കുന്നു. കൂടുതൽ സുരക്ഷാ സേന അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ നിര അവിടേക്കുണ്ട്. കൃഷിമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന്ധ്രയിലെ കൃഷിമന്ത്രി അവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് പൂർണ്ണ തോതിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പരിക്കേറ്റവരെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. അവരെയൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഭവ്യ, തീർച്ചയായും മിഥുൻ, ഇത്തരം തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇപ്പോൾ പലയിടങ്ങളിൽ തമിഴ്നാട്ടിൽ നമ്മൾ ഈ അടുത്ത് ഈ സംഭവം കണ്ടതാണ്. ഇപ്പോൾ ഇത് അവസാനിക്കുന്നില്ല. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പോലും പല കാര്യത്തിലും പലയിടങ്ങളിലും ഇങ്ങനെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളിടത്ത് ഒരു ക്രമീകരണം കൃത്യമായി ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. എന്താണ് സർക്കാർ പറയുന്നത്? ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഭവ്യ. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ മരിച്ചവരുടെ കുടുംബത്തിന്റെ ഒപ്പം അവരുടെ വേദനയ്ക്കൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതൽ വൈദ്യസഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയവർക്ക് വിദഗ്ധ ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യമായി പരിഗണിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ തുടരുകയാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തിരുപ്പതിയിലും സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായിരുന്നു. അവിടെയും ഈ പ്രസാദം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെ വലിയ രീതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ ക്രമീകരണങ്ങൾ എല്ലാ കൊല്ലവും ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ആളുകളുടെ ഒരു കടന്നുവരവ്, അതായത് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അമ്പലങ്ങളിലേക്ക് വരുന്നവരുടെ അതാണ് മിഥുൻ, ഇത്തരത്തിൽ സ്വാഭാവികമായും ആളുകൾ കൂടും എന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ കൂടാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പോലീസ്, മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കാറുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതാണോ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഈ പ്രധാന കവാടത്തിൽ നിന്ന് ഈ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ അകത്തേക്ക്, അതായത് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അതിനെ തുടർന്ന് അകത്തേക്കുള്ള ആളുകൾ വീണ്ടും അവിടെ നിന്ന് മറിഞ്ഞ് മുമ്പോട്ടേക്ക് വീഴാൻ തുടങ്ങി. രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ആളുകൾ തള്ളിക്കയറാൻ തുടങ്ങുകയും ചെയ്തു. അതായത് ഈ രണ്ട് കൈവരികൾ ഇരുവശം ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി അവർ തിക്കിലും തിരക്കിലും ചാടിയൊക്കെ പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്ന് പലരും താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അവർക്ക് ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് ചവിട്ടേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. അങ്ങനെയാണ് 10 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടക്കണം. അത് എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണം. ഒപ്പം തന്നെ അമ്പലത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് ഈ ഒരു സ്റ്റാമ്പേഡിന് കാരണമായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ വിവരം ലഭ്യമാകണം. നമുക്കറിയാം, നമുക്ക് മുമ്പിൽ നിരവധി വിഷയങ്ങളുണ്ട്. ഈ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ കരൂരിലെ ദുരന്തമുണ്ടാകുന്നത്. വിജയുടെ റാലിക്കെത്തിയ ആളുകളിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം, മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ബാംഗ്ലൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ IPL വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ സമാനമായ രീതിയിലുള്ള ഒരു തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്പലങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ഇതേ രീതിയിൽ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരണപ്പെടുന്നത്. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് വരും അതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ നടത്താനോ ഇതുവരെയും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഈ ശ്വാസമുട്ടലോ ഒക്കെ അനുഭവപ്പെട്ടാലും അവരൊക്കെ കൃത്യമായ രീതിയിൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ ഒന്നും തന്നെ ഇതുവരെയും അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ ഇതുവരെയും ഭരണകൂടങ്ങൾക്കൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്രത്തോളം ദുരന്തങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദുരന്തങ്ങൾ വകവെക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഓരോ ദുരന്തത്തിനും സാക്ഷിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചത്.
തീർച്ചയായും മിഥുൻ 10ഓളം പേർ മരണപ്പെട്ടു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് മാത്രമല്ല, മരണസംഖ്യ ഉയർന്നേക്കാമെന്നുള്ള ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തു വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്നതാണ് നമ്മൾ ഓർത്തു പോകുന്നത്. മിഥുൻ, ഈ മരണപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും അത് ആരൊക്കെയാണ്, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഈ ഘട്ടത്തിൽ? ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങൾ അത് ആരൊക്കെയാണ് മരണപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മരിച്ചവരിലുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൂടുതലും സ്ത്രീകളാകാം മരണപ്പെട്ടത് എന്നുള്ള ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനമാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. ആ രീതിയിലാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിരവധി ആളുകൾ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ നിരവധി സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ താഴെ വീണ് കിടക്കുന്നതായി നമുക്ക് കാണാം. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരുണ്ടായിരുന്നു. അത് എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളതാണ്, ഒരുപക്ഷെ നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നടക്കുമ്പോഴുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരും നിമിഷങ്ങളിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഭവ്യ.